ഞാൻ വസന്ത് സിറിയക്കിലേക്കാണ് വരുന്നത്. വസന്ത്, ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നത് അത് ഉചിതമായൊരു തീരുമാനമാണോ എന്ന സംശയവും ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. കാരണം ആര്യാടൻ 87 മുതൽ തുടർച്ചയായി ജയിച്ചു വന്ന മണ്ഡലത്തിൽ 2016 അദ്ദേഹം മകനെ മത്സരിപ്പിച്ച് ആര്യാടൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ആ മണ്ഡലം മകനിലേക്ക് കൈമാറാൻ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിച്ചു. ദയനീയമായി പരാജയപ്പെട്ടു. അതുമാത്രമല്ല, തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളും 2016 തോറ്റവർ 2021 വീണ്ടും പരീക്ഷണം നടത്തി വീണ്ടും മത്സരിച്ച് തോറ്റുപോയിട്ടൊക്കെയുണ്ട്, അല്ലെങ്കിൽ ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കരുനാഗപ്പള്ളി CR മഹേഷ്. ഞാൻ ചോദിക്കുന്നത്, പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ അങ്ങനെ പോലും പരീക്ഷിക്കാൻ നിന്നില്ല, ധൈര്യം കാണിച്ചിട്ടില്ല കോൺഗ്രസ്. 2021 തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റുകയാണ് ഉണ്ടായിരുന്നത്. പകരം പ്രകാശാണ് മത്സരിച്ചത്, DCC പ്രസിഡന്റ്. പ്രകാശ് നല്ല മത്സരം കാഴ്ചവെച്ചു. അൻവർ 2000 പര വോട്ടിന് മാത്രമാണ് ജയിച്ചത്. പക്ഷേ അങ്ങനെ ഒരാളെ, എന്നാൽ ഒട്ടേറെ ഘടകങ്ങളുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നില്ല. ഇതെല്ലാം വെച്ചാണ് ഞാൻ അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് ആ മണ്ഡലത്തിൽ ഒരു തിരിച്ചുവരവിന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഡിസിഷനായി, നല്ല സ്ഥാനാർത്ഥിയായി, ഒരു യുക്തമായ തീരുമാനമായി എല്ലാവരും കണക്കാക്കുമോ? അങ്ങനെയല്ല, അങ്ങനെയൊക്കെ പലരും കാണുന്നില്ല, ഒരു വിഭാഗം കാണുന്നില്ല എന്നൊക്കെയാണ് മണ്ഡലത്തിൽ നിന്ന് വരുന്ന മാധ്യമ വാർത്തകളും അനുഭവങ്ങളുമൊക്കെ. വസന്ത്, എന്ത് പ്രതികരണം? അത്തരം മാധ്യമ വാർത്തകൾ കൈരളിയും ദേശാഭിമാനിയും മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നം പേർന്ന സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇതേ ചാനൽ പുറത്തുവിട്ടതെന്നാണ്. ഉടനടി DCC പ്രസിഡന്റ് ശ്രീ VS ജോയി മാധ്യമങ്ങളെ കാണുന്നു. അതൃപ്തി തുറന്നു പറയാൻ സാധ്യത എന്നുള്ളതാണ് നിങ്ങളുടെ ഹെഡ്ലൈൻ. ബാക്കി എല്ലാ മാധ്യമങ്ങളും VS ജോയി മാധ്യമങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പോലും സംസാരിക്കുന്നതിന് മുമ്പ്, കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ ഏറ്റവും ഉന്നത സ്ഥാനീയർ പോലും പറയുന്നതിന് മുമ്പ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ അറിയിക്കാൻ വേണ്ടിയായിരുന്നു ശ്രീ ജോയി മാധ്യമങ്ങളെ കണ്ടത്. അപ്പൊ നിങ്ങൾ തിരുത്തിയില്ല. ഇപ്പോഴും നിങ്ങളുടെ ആർക്കൈവ്സിൽ അതുണ്ട്, ജോയിക്ക് അതൃപ്തി, മാധ്യമങ്ങളെ ഉടൻ കാണും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള വാർത്തകളോട് പ്രതികരിക്കാൻ തൽക്കാലം നിർവാഹമില്ല എന്നേ പറയാനുള്ളൂ. രണ്ട്, ഈ അതൃപ്തി എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം വസന്ത്, ഞാൻ അങ്ങനെ ആ ആംഗിളിലല്ല എൻ്റെ ചോദ്യം. ഞാൻ ചോദിച്ച ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ കോൺഗ്രസ് തന്നെ 2021 നിരാകരിച്ചതാണ്. ഷൗക്കത്ത് ആ മണ്ഡലത്തിൽ ഫിറ്റല്ല എന്ന് 2021 കണ്ടു മാറ്റിയ ആളാണ്. അങ്ങനെ വീണ്ടും ഒരു ബൈ ഇലക്ഷനിലേക്ക് കൊണ്ടുവന്നാൽ, ഞാൻ അങ്ങനെ വേറൊരു ആംഗിളിലാണ് എൻ്റെ ചോദ്യം. ആ നിലയിൽ ആളുകൾക്ക് ചോദ്യമുണ്ടാകില്ലേ, സംശയമുണ്ടാകില്ലേ? അതിന് ആധാരമായ കുറേ ഘടകങ്ങളുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സംശയമുള്ളത് CPM-നും CPM സഹയാത്രികർക്കും മാത്രമാണ്. ആ സംശയം നിങ്ങളുടെ കയ്യിൽ വെക്കുക. കാര്യം തൽക്കാലം അവിടെ മത്സരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണല്ലോ UDF സംബന്ധിച്ച്. ആ കോൺഗ്രസ് പാർട്ടിക്ക് ഔദ്യോഗികമായ ഒരു തീരുമാനമുണ്ട്. ആ പാർട്ടിയുടെ തീരുമാനം പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. നിങ്ങളുടെ അടക്കം വിവിധ മാധ്യമ പ്രവർത്തകർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവർ പലരും ചോദിച്ചു, എറണാകുളത്ത് നിന്നാണോ പ്രഖ്യാപനം ഉണ്ടാവും? അല്ലല്ലോ, ഡൽഹിയിൽ നിന്നാണ് എന്ന് ക്ലിയർ ആയി പറഞ്ഞു. എന്തുകൊണ്ടാ? ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനം അങ്ങനെയാണ്. അതുകൊണ്ട് ഡൽഹി വളരെ ക്ലിയർ ആയി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഒരാളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പ്രഖ്യാപനം അവിടുത്തെ DCC പ്രസിഡന്റ് ശ്രീ VS ജോയി അടക്കമുള്ളവർ, അവിടുത്തെ പ്രവർത്തകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഞങ്ങൾ മത്സരരംഗത്തേക്ക് ഇറങ്ങിയാണ്. ഇനി അങ്ങ് ചോദിച്ചതുപോലെ ഫിറ്റ് അല്ല എന്ന് കണ്ടുകൊണ്ട് എന്നത് വ്യാഖ്യാനമാണ്. ശ്രീ നിന്നോട്ടെ, നിങ്ങൾ വ്യാഖ്യാനം ഒന്നും എടുക്കേണ്ട വസന്ത്. എൻ്റെ സംശയം, 2016 തോറ്റ് 2021 ഷൗക്കത്തിനെ മാറ്റി നിർത്തുന്നു, ഫിറ്റല്ല എന്ന് കണ്ട് മാറ്റി നിർത്തുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഒരാൾ എങ്ങനെയാണ് 2025 ഉപതെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നത്? അതെങ്ങനെയാണ് ആ ഒരു തീരുമാനത്തെ പൊളിറ്റിക്കലി വിശദീകരിക്കുക? നിങ്ങൾ മുൻവിധിയോടെയാണ് വസന്ത് പലതും പറയുന്നത്, മാധ്യമങ്ങൾ അങ്ങനെ കൊടുത്തില്ലേ, മാധ്യമങ്ങൾ ഇങ്ങനെ കൊടുത്തു. ഞാൻ അതൊന്നുമല്ല ചോദിച്ചത്. ഈ 16 മത്സരിച്ച് പരാജയപ്പെട്ടയാളെ 21 മാറ്റി നിർത്തി. പകരം വന്നയാൾ നല്ല മത്സരം കാഴ്ചവെച്ചു, അൻവറിൻ്റെ ഭൂരിപക്ഷം കുറച്ചു. എന്നിട്ടും ഈ 16 തോറ്റ ഷൗക്കത്തിനെ ഇവിടെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ട്? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. മിനിഞ്ഞാന്ന് വരെ CPM-നെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ക്ലിഫ് ഹൗസിൽ സെക്സ് റാക്കറ്റ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സരിനെ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായി മുമ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് വസന്ത് മനസ്സിലാകാഞ്ഞിട്ടല്ല, 16 തോറ്റയാൾ 21 വീണ്ടും തോൽക്കും എന്ന് കണ്ടുകൊണ്ട് മാറ്റുന്നു. അങ്ങനെ ഒരാളെ 25 എങ്ങനെ മത്സരിപ്പിക്കുന്നു? അത്രേ ഞാൻ ചോദിച്ചുള്ളൂ. ഇല്ലെന്നേ, നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെയാണ് മറുപടിയെങ്കിൽ ഞാൻ എന്ത് പറയാനാണ്? എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഞാൻ നിങ്ങളോട് ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിലമ്പൂരിൽ വിശദീകരിക്കാനാവും? ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ വിശദീകരിക്കണ്ടേ, മറുപടി പറയണ്ടേ പാർട്ടി? നിങ്ങളോട് വിശദീകരിക്കണോ? വേണമെന്നേ, ചർച്ചയിൽ അത് സ്വാഭാവികമാണ്, വേണം. അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ കോൺഗ്രസ് പ്രതിനിധിയായി ചർച്ചയിൽ വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ചോദ്യം വരില്ലേ?
ചോദ്യം വന്നാൽ നിങ്ങളോട് വിശദീകരിക്കണമെന്നുള്ളതല്ല ഉത്തരം. നിങ്ങൾക്ക് എന്തും വിശദീകരിക്കാം, പക്ഷേ ഇത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആയിക്കോളൂ. ഞങ്ങൾ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അത് KPCC അധ്യക്ഷൻ മുതൽ DCC അധ്യക്ഷൻ മുതൽ അവിടുത്തെ 226 അധ്യക്ഷന്മാർ വരെ ഏറ്റെടുത്തു. ഇനി പ്രശ്നം നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളോട് തൽക്കാലം ഉത്തരം പറയാൻ സൗകര്യമില്ലെന്ന്. വസന്ത്, എന്റെ ചോദ്യം അതൊന്നുമല്ലല്ലോ. വസന്ത് നോക്കൂ, എന്റെ ചോദ്യം അതൊന്നുമല്ല. അതൊന്നുമല്ല എൻ്റെ ചോദ്യം. 16-ൽ തോറ്റയാളെ 21-ൽ മാറ്റി നിർത്തുന്നു. 21-ന് ശേഷം 25-ൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ആളെ എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നു? അതിൻ്റെ ഒരു വിശദീകരണം എന്താണ് പാർട്ടി പറയുക? ഇത്രേ ചോദിച്ചുള്ളൂ. ഞാൻ ചോദിക്കട്ടെ ചോദിക്കൽ ഉത്തരവാണെന്നേ വേണ്ടത്. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഞാൻ പ്രതിനിധിയാണോ? അല്ലല്ലോ. നിങ്ങൾ അനിൽകുമാറിനോട് ചോദിച്ചോളൂ, എനിക്ക് എതിർപ്പില്ല. എൻ്റെ ചോദ്യത്തിന് എന്തെങ്കിലും ഒരു മറുപടി പറയൂ. എന്താണ്? അല്ല, ചോദ്യത്തിന്റെ ഉത്തരവാണ് വേണ്ടത്. വസന്ത്, ഉത്തരവല്ലേ വേണ്ടത്? എന്നോട് തിരിച്ചു ചോദിച്ചിട്ട് എന്താ കാര്യം? വെള്ളിയാഴ്ച നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാക്കാമെങ്കിൽ 2016-ൽ മാറ്റി നിർത്തിയ ആളെ ഞങ്ങൾക്ക് എന്താക്കിക്കൂടാ? പ്രകാശ് മാറ്റി നിർത്തിയ ആളല്ല. DCC പ്രസിഡന്റ് മത്സരിക്കാനായി അവിടേക്ക് എത്തുമ്പോൾ സ്വയം ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഒഴിയുകയായിരുന്നു. പ്രകാശ് ഇന്ന് ജീവനോടെ ഇല്ല, അദ്ദേഹം യശുശരീരനാണ്. സ്വാഭാവികമായും ആ പോസ്റ്റിലേക്ക് ആ മണ്ഡലത്തിൽ നിന്ന് അക്കാലത്ത് ഷൗക്കത്തിനെ പ്രകാശിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഷൗക്കത്തുമായി ബന്ധപ്പെട്ടുണ്ട് എന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. ഉടനെ കൈരളിയുടെ തലയിൽ വെച്ച് കെട്ടിക്കോളൂ, കുഴപ്പമില്ല, വാർത്തകളിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വീണ്ടും ചോദിക്കും. KPCCയുടെ മുമ്പിൽ അതില്ല. ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഞാൻ പറയുന്നു, KPCCയുടെ മുമ്പിൽ അതില്ല. 2, നിങ്ങൾ ഈ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാതെ ഞങ്ങൾക്ക് അവിടെ 4-5 മിടുക്കരായ പ്രവർത്തകർ കാണും. എല്ലാ മണ്ഡലത്തിലും ഉണ്ടത്. അവരിൽ പലരും ആ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എലിജിബിൾ ആയിരിക്കും. അവരെ പരിഗണിച്ച ശേഷം അതൊന്നും അല്ലല്ലോ. എൻ്റെ ചോദ്യം അതൊന്നും ആയിരുന്നില്ല. സ്വാഭാവികമാണ്, പാർട്ടികളിൽ ഉചിതമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, ഒരാൾക്കേ മത്സരിക്കാൻ കഴിയൂ. പക്ഷെ ഞാൻ ചോദിച്ചത് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്, എയറിലുണ്ട്. 16-ൽ തോറ്റു, 21-ൽ മാറ്റി നിർത്തി. 21-ൽ മാറ്റി നിർത്തിയത് ശരിയായിരുന്നു എന്ന് ആ മത്സരം തെളിയിച്ചു. കാരണം പ്രകാശ് വളരെ ചെറിയ ഭൂരിപക്ഷത്തിനാണ്, വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് തോറ്റത്. അൻവറിൻ്റെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു. അങ്ങനെ നിൽക്കുന്നു. 25-ൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും വീണ്ടും 16-ൽ തോറ്റയാളെ എന്തുകൊണ്ട് പാർട്ടി സ്വീകാര്യമായി വരുന്നു? അതിന് രാഷ്ട്രീയമായ ഘടകങ്ങളുണ്ടാകാം, കാരണങ്ങളുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നിങ്ങളോട് പറയേണ്ടതില്ല എന്നാണ് വസന്തിൻ്റെ മറുപടിയിൽ. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല.